LDFിൽ CPMും CPIയും തമ്മിലുള്ള തമ്മിലടി കൂടുതൽ രൂക്ഷമായിട്ട് നീങ്ങുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ചുള്ള തർക്കമാണ് ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ബിനോയ് വിശ്വമാണ് തങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണം എന്നൊരാവശ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടെ അവതരിപ്പിച്ചത്. അതിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തിന് പിന്നോട്ട് പോകാൻ കഴിഞ്ഞതുമില്ല. എന്തായാലും ഇപ്പോൾ ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തമ്മിൽ ഈ വിഷയത്തിൽ ചർച്ച നടന്നു. രണ്ട് പാർട്ടികളും തമ്മിലുള്ള തർക്കം അത് രൂക്ഷമായി ഉടലെടുത്ത് മുന്നണിയിൽ വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് സെക്രട്ടറിമാർ തമ്മിലുള്ള ചർച്ച നടന്നത്. എന്നാൽ ആ ചർച്ചയിലും തീരുമാനം ആയിട്ടില്ല. രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. തങ്ങൾക്ക് ഉപനേതൃസ്ഥാനം വേണം എന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നു. എന്നാൽ അത് വിട്ടു നൽകാൻ കഴിയില്ല എന്ന കാര്യം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അറിയിച്ചിട്ടുണ്ട്. അതോടെ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ച വിജയിച്ചില്ലെന്നും ഇക്കാര്യത്തിൽ അപമാനത്തിന്റെ പ്രശ്നമില്ലെന്നുമാണ് ചർച്ചയ്ക്ക് ശേഷം പുറത്തുവന്ന ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. മുന്നണി നന്നായി മുന്നോട്ട് പോകുന്നതിനും അതിൻ്റെ പുരോഗതിക്കും ഞങ്ങൾ തയ്യാറാണ്. CPMും അതിന് തയ്യാറാകണം. പദവിയുടെ പ്രശ്നമല്ല ഇവിടെയുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മുന്നണിയാണത്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ CPIക്ക് കഴിയും. അത് CPMനും കഴിയണം എന്നാണ് ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഈ വിഷയത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന് തന്നെയാണ് CPMന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവും ഉപനേതാവും CPMൽ നിന്നാണ് എന്നതാണ് പതിവ്. കാലങ്ങളായിട്ട് തന്നെ അങ്ങനെയാണ് അതിൻ്റെ കീഴ്വഴക്കം. അതുകൊണ്ട് അക്കാര്യത്തിൽ യാതൊരു മാറ്റത്തിൻ്റെയും ആവശ്യമില്ല, വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല എന്ന നിലപാട് CPM അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു തർക്കത്തെ തുടർന്ന് സംയുക്ത നിയമസഭാ കക്ഷി യോഗം വിളിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് LDF ഉള്ളത്. ഇന്നലെ പതിവ് കാര്യപരിപാടികളിലേക്ക് നിയമസഭ കടന്നെങ്കിലും CPMന്റെ നിയമസഭാ കക്ഷി യോഗം മാത്രമാണ് ചേർന്നിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ ഈ പറയുന്ന LDFന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനാകില്ലെന്ന് CPI CPMനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ ചേരുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യും. സഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരമൊരാവശ്യം പരസ്യമായ സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാതെ മറ്റു മാർഗമില്ല. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ മുഖം രക്ഷിക്കാനുള്ള അടുത്ത മാർഗം എന്ന് പറയുന്നത് സഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുക എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ആവശ്യം സ്പീക്കർക്ക് മുന്നിൽ CPIക്ക് ഉന്നയിക്കേണ്ടി വരും. അങ്ങനെ സ്പീക്കർ CPIക്ക് സഭയിൽ പ്രത്യേക ഒരു സ്ഥാനം കൊടുക്കും, പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള അനുമതി കൊടുക്കും. അങ്ങനെ CPIയുടെ 8 MLAമാരും പ്രത്യേകമായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് LDFനെ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കും നാണക്കേടിലേക്കും നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തവണത്തെ അവരുടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉള്ള അംഗബലം LDFന് 35 ആണ്. 26 MLAമാർ CPMനും 8 MLAമാർ CPIക്കുമാണുള്ളത്. ഒരു അംഗമെന്ന് പറയുന്നത് മറ്റൊരു കക്ഷിയായ RJDക്കാണ്. അപ്പോൾ ഇതിൽ നിന്നും 8 പേർ മാറി മറ്റൊരു ബ്ലോക്കായിട്ടിരിക്കുമ്പോൾ അത് CPMനും CPIക്കും മുന്നണിക്ക് മൊത്തത്തിലും ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല. കാരണം സഭയിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷം മാത്രമല്ല ഉള്ളത്, 3 അംഗങ്ങളുമായിട്ട് BJP പ്രതിപക്ഷമായിട്ട് സഭയിലുണ്ട്. അപ്പോൾ അത് അവർക്ക് മുന്നിൽ ഇങ്ങനെ LDF തന്നെ തമ്മിൽ തല്ലി പിരിഞ്ഞിരിക്കുന്നത് വലിയ നാണക്കേടായിട്ട് മാറും. BJPക്ക് ചിരിക്കാനുള്ള ഒരു വകയായിട്ട് അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിലേക്ക് CPMും CPIയും തമ്മിലുള്ള ഈ തർക്കം മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ LDFന്റെ നിയമസഭാ കക്ഷിയിലെ 3ാമത്തെ അംഗമായിട്ടുള്ള RJDയും അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. RJDയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വർഗീസ് ജോർജ് പറയുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പദവി പങ്കുവയ്ക്കാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിൽ തങ്ങളുടെ അഭിപ്രായം കൂടി തേടണമെന്നാണ്. കാരണം CPMും CPIയും കഴിഞ്ഞാൽ 3ാമത്തെ അംഗങ്ങൾ തങ്ങളാണ്. ഒരംഗമാണുള്ളത്. പക്ഷേ തങ്ങൾക്കൊരംഗമുണ്ട്, നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അഭിപ്രായവും ഈ വിഷയത്തിൽ കേൾക്കണം. മാത്രമല്ല CPIക്കെതിരെ രൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ വർഗീസ് ജോർജ് ഉയർത്തുന്നുണ്ട്. കാരണം വളരെ നിർണായകമായിട്ടൊരു നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ CPI ആണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനു പകരം പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിക്കൊണ്ടുള്ള ഇത്തരം തർക്കം അത് മുന്നണിക്ക് നാണക്കേടാണ്, അപമാനമാണ് എന്നാണ് RJD പറയുന്നത്. മാത്രവുമല്ല, മുൻപ്
2022-ലും 2024-ലും രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് CPI സ്വീകരിച്ച നിലപാടുകൾ അത് ഇടതുപക്ഷത്തെ കൂടുതൽ ദുർബലപ്പെടുത്തി. കാരണം 2022-ൽ RJDയുടെ നേതാവായിരുന്ന ശ്രേയംസ് കുമാർ അദ്ദേഹത്തിന്റെ രാജ്യസഭാംഗ കാലാവധി തീർന്നപ്പോൾ ആ സീറ്റ് വീണ്ടും RJDക്ക് കൊടുക്കുന്നതിന് തടസ്സം നിന്നത് CPI ആയിരുന്നു. തങ്ങൾക്ക് ആ സീറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് CPI ആ സീറ്റ് പിടിച്ചു വാങ്ങി. രാജ്യത്താകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരുന്നുണ്ട്. അപ്പോൾ തങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ സീറ്റ് വേണമെന്നുള്ള ഒരു വാദം ഉയർത്തിക്കൊണ്ടാണ് CPI ആ സീറ്റ് പിടിച്ചെടുത്തത്. പിന്നീട് 2024-ൽ CPIയുടെ ഒരംഗം കാലാവധി കഴിഞ്ഞതോടെ അവിടെയും രാജ്യസഭയിൽ ഒരു ഒഴിവ് വന്നു. അപ്പോൾ ആ സീറ്റും CPI വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് പിടിച്ചെടുക്കുകയായിരുന്നു. അന്ന് അവർ മുന്നോട്ട് വെച്ച വാദമെന്ന് പറയുന്നത് തങ്ങളുടെ സീറ്റാണ് ഒഴിഞ്ഞത്. അപ്പോൾ ആരുടെ സീറ്റാണ് ഒഴിഞ്ഞത്, അവർക്ക് തന്നെയാണ് ആ സീറ്റ് അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ സീറ്റും CPI പിടിച്ചെടുത്തു. അങ്ങനെ LDFനെ തീർത്തും ദുർബലമാക്കുന്ന നിലപാടുകളാണ് CPI സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇപ്പോഴും ആ നിലപാട് തുടരുന്നു എന്ന രൂക്ഷമായ വിമർശനം RJDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ CPI ഏതാണ്ട് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിൽ അവർ ബലം പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവസാനം അവർക്ക് നാണം കെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. CPM ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് തന്നെയാണ് അവരുടെ ഒരു നിലപാടിൽ നിന്നും മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതൃപദവിയും ഉപനേതാവ് സ്ഥാനവും തങ്ങൾക്ക് തന്നെ വേണം. 2011-ലെ കാര്യങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2011-ൽ PS അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവ്. അന്ന് ഉപനേതാവായിട്ടുണ്ടായിരുന്നത് അന്തരിച്ചു പോയ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അപ്പോൾ അതേ ഒരു നില തന്നെ ഇപ്പോഴും തുടരണം. തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ആ രണ്ട് പദവികളും, അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് CPM തീർത്തും പറയുന്നുണ്ട്. CPI ആ ഒരു പദവി ഉയർത്തുന്നത് അവർക്ക് നിലവിൽ 8 അംഗങ്ങൾ മാത്രമാണുള്ളത്. മുൻ മന്ത്രി കൂടിയായിട്ടുള്ള K രാജനാണ് ഇപ്പോൾ അവരുടെ നിയമസഭാ കക്ഷി നേതാവ്. K രാജനെ പ്രതിപക്ഷ ഉപനേതാവാക്കി കൊണ്ടുവരാനാണ് CPI ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ആ പദവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിടിവാശി നടത്തുന്നത്. പക്ഷേ അത് ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക്, ചേരിപ്പോരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ പദവി കിട്ടാതെ വരികയും CPI ഈ പറയുന്ന പോലെ സഭയിൽ മറ്റൊരു ബ്ലോക്കായിട്ട് ഇരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് വലിയ ഒരു തിരിച്ചടിയായിട്ട് മാറും. അവരെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന ഒരു നിലപാടായിട്ട് അത് പോകും. അവിടെ CPI കൂടുതൽ വിമർശനത്തിന് വിധേയമാക്കും. കാരണം ഇപ്പോൾ തന്നെ ഇടതുപക്ഷം ദുർബലമാണ്. 35 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ 35 സീറ്റുകളുമായിട്ടിരിക്കുന്ന ഒരു മുന്നണി വീണ്ടും അവിടെ വിഘടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് CPI കാരണക്കാരായിട്ട് മാറുകയാണെങ്കിൽ അത് അവരെ കൂടുതൽ കുറ്റപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാകും സൃഷ്ടിക്കുക.